ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വർക്കിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിറർ വാങ്ങിയപ്പോൾ കിട്ടിയ കാർഡ്ബോർഡാണ്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് എടുത്താൽ മതി. പിന്നെ ഒരു റൗണ്ട് വരക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കത്രി, ഒരു സിസർ, പിന്നെന്താ ഒരു ബിയറിൻ്റെ ടിന്നാണ് കാര്യമായിട്ട് റീസൈക്കിൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ ഒരു പെൻസിലും ഒരു ഡബിൾ സൈഡ് ടാപ്പും എടുത്തിട്ടുണ്ട്. ബിയറിൻ്റെ ടിന്ന് കിട്ടില്ല എന്നാണെങ്കിൽ സ്പ്രേൻ്റെ ടിന്നായാലും എടുക്കുക, വേറെ ടിലോൻ്റെ ബോട്ടിലോ എന്ത് തന്നെ ആയാലും എടുക്കുക. ഈ ഒരു ക്രാഫ്റ്റ് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനം നിങ്ങൾക്ക് എടുക്കുക. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ ബുദ്ധി പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റ് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കുക. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യുക. ആദ്യം തന്നെ ഞാൻ പ്ലേറ്റ് കമത്തി വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ബൈ ദ വേ അതിൻ്റെ അകത്തുണ്ടായ മദാമനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ വരച്ചെടുത്തതിന് ശേഷം, മുറിച്ചെടുത്തതിന് ശേഷം മദാമക്ക് കണ്ണില്ലാണ്ടായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഒരു പീസ് മുറിച്ചിട്ട് അത് പിന്നെയും 2 പീസാക്കി ചെറിയ പീസാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മേലുള്ള ആ ഒരു മഞ്ഞ കളർ സ്റ്റിക്കർ പറിച്ചു കൊടുത്തിട്ട് ആ ഒരു അടിഭാഗത്ത്, ടിന്നിൻ്റെ അടിഭാഗത്തായിട്ട്, അതായത് നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ രണ്ടും പ്ലേസ് ചെയ്തിട്ട്, 2 ടാപ്പും പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് അത് നല്ല രീതിക്ക് ഫിക്സ് ചെയ്യുക, അതായത് ഒട്ടിക്കാനാണ് നോക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണോ അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുറേ എണ്ണം ഒട്ടിക്കുക. അതിനുശേഷം ഞാൻ സ്കെച്ച് ഇട്ട് നോക്കി, പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു, അതിൻ്റെ അകത്ത് നിൽക്കുന്നൊന്നുമില്ല. ഒരു ഓർഗനൈസറാണ് നമ്മൾ ചെയ്തെടുക്കാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു ഐഡിയ തോന്നി, എന്തായാലും ഇത്രയും മെനക്കെട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു കുഞ്ഞ് കാര്യം കൂടി ചെയ്തപ്പോൾ കുഴപ്പമില്ല, സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും മെനക്കെട്ടിട്ട് ഒരു ഓർഗനൈസർ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നുവെച്ചാൽ അത്രയും കുറച്ചൊരു ഫ്ലോപ്പായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു. അതിനുശേഷം ഞാനൊരു പച്ച കളർ ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് ബോട്ടിലൊക്കെ മുറിച്ചിട്ട് വെച്ച് കൊടുത്താലും മതി. ആ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ വെച്ച പോലത്തെ ആ ഒരു സാധനങ്ങളൊക്കെ വെക്കുക. സ്കെച്ച്, വൈറ്റ്നർ, സിസർ, എന്തൊക്കെ വേണോ നിങ്ങൾക്ക് ഓർഗനൈസ്ഡായിട്ട് അതൊക്കെ വെക്കാം. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക.